ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഭൂമിയിൽ ആ നല്ല കർത്താവിനെ ഉയർത്തുന്നതിനേക്കാൾ വലിയ സന്തോഷമൊന്നും നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാനില്ല. ഇന്ന് രാത്രിയിലും ആരാധനയിൽ, ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദൈവത്തെ ഉയർത്തുന്നതിൽ കൊതി തീരാത്തവർ ഇതിനകത്ത് ആമേൻ ഹല്ലേലൂയ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ആ കർത്താവിന്റെ നാമത്തെ ഉയർത്താം. ഇത് വിശ്വസിക്കുന്നവരുടെ രാത്രിയാണ്. ഇത് ചിലത് പ്രാപിക്കാൻ ഒരുങ്ങുന്നവരുടെ രാത്രിയാണ്. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുവചനത്തിൽ ദീർഘവർഷങ്ങളായി രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീ, ആ രോഗത്താൽ ബാധിതയായി തനിക്കുള്ളതെല്ലാം വിറ്റ് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദമാകാത്ത ഒരു സ്ത്രീയെ കുറിച്ച് ആമേൻ സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെ യേശു വരുന്നു എന്ന ഒരു ശ്രുതി താൻ കേട്ടപ്പോൾ, യേശു വരുന്നുവെന്ന് താൻ അറിഞ്ഞപ്പോൾ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പോയി അവന്റെ വസ്ത്രത്തിലെങ്കിലും തൊടും എന്ന ഒരു തീരുമാനം തന്റെ ഉള്ളത്തിൽ താൻ എടുക്കുകയാണ്. തന്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്ന് ഒരു വിശ്വാസം തന്റെ ഉള്ളത്തിൽ ഉണ്ടാവുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഒരു സാഹചര്യവും നിന്റെ മുൻപിൽ ഇല്ലെങ്കിലും, അവിശ്വസിച്ചു മാത്രം ശീലമുള്ള നിന്റെ ഹൃദയത്തെ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാനൊന്ന് പരിശീലിപ്പിക്കാമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. ലോകം എന്തും പറയട്ടെ, ബന്ധുക്കാരെന്തും പറയട്ടെ, ചാർച്ചക്കാരെന്തും പറയട്ടെ, നിന്റെ മാതാപിതാക്കൾ എന്തും പറയട്ടെ, നിന്റെ സഹോദരങ്ങൾ എന്തും പറയട്ടെ, പക്ഷെ ഇന്ന് രാത്രി യേശു നിന്നെ നോക്കി പറയുന്നു, നിന്റെ വിശ്വാസത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രിയിൽ അവനിൽ നിന്ന് ചിലത് നിനക്ക് വേണ്ടി പുറപ്പെടുന്ന രാത്രിയാണ്. ഇത് വിശ്വസിക്കുന്നവർ, അവൻ ആളുകളുടെ നടുവിൽ, അവിശ്വസിക്കുന്നവരുടെയും സംശയിക്കുന്നവരുടെയും നടുവിൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി യേശുവിൽ നിന്ന് ചിലത് പ്രാപിക്കും. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് പറയാം, ഇന്ന് രാത്രി നമ്മുടെ ആ ഹൃദയത്തെ ഇന്ന് രാത്രിയിലെ അത്ഭുതത്തിന് വേണ്ടി ഒന്ന് ഒരുക്കാം. അവിശ്വാസത്തിന്റെ അവസാന കണികയും ഇന്ന് രാത്രിയിൽ പുറത്താക്കിയിട്ട് ഒന്ന് പറഞ്ഞേ കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഇത് പറയണം. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിൽ എന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുന്നിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കുടുംബമായി ഞങ്ങളെ കേൾക്കുന്നവർ ഒന്ന് പരസ്പരം കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, കാണാത്ത കാര്യങ്ങൾ കൺമുന്നിൽ എന്നതുപോലെ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ എന്ന് പറഞ്ഞേ, ചേർന്ന് പാടി ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ആമേൻ. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു.
വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അതേ താളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. പറഞ്ഞേ, അതേ താളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനുഷ്യരാൽ അസാധ്യമെന്നാൽ എന്റെ ദൈവത്താൽ സകലവും സാധ്യം. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ,
നിന്റെ ജീവിതത്തെ ആകമാനം അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രിയിലുണ്ട്. അവന്റെ നാമം അത്ര യേശു ക്രിസ്തു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. അവർ കാണുമത്. ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ എന്നെയും നിങ്ങളെയും തന്നെ ഒരു നിമിഷം കൂടി ഒന്ന് കൊടുക്കുമോ, സമർപ്പിക്കുമോ? റാബാന ഷഖബാന സിയാതല റുഖബോനോ ഹോർത്തോനിയാം ഷതല റമനയാം. നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ അല്പസമയം കർത്താവിനെ ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചു. പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കുന്നതാണ് ഇന്ന് രാത്രി നിങ്ങളുടെ സ്തുതികളുടെ ശബ്ദം. നിങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന യെരിഹോ മതിലുകളെ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ തകർന്നു വീഴിക്കുമാറാക്കുന്നതാണ് നിങ്ങളുടെ സ്തുതികൾ. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ മുൻപോട്ടുള്ള യാത്രയിൽ തകർന്നു പോകാതിരിക്കാൻ, വീണു പോകാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ, വഴിയിൽ പട്ടുപോകാതിരിക്കാൻ തിരുവചനം പറയുന്നു, പുത്രനെ ചുംബിക്കുക. ഇന്ന് രാത്രി ആ യേശുവുമായ ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി പിന്മാറ്റത്തിൽ നിന്നും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ചിലർ ഇന്ന് രാത്രി യേശു ആ ബന്ധത്തിലേക്ക് നിങ്ങളെ തിരികെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി നഷ്ടമായി പോയ നിന്നെ തേടി യേശു വരികയാണ്. ഹൃദയത്തിൽ നിറയും ശുഭവചനം എൻ കീർത്തനമേ പ്രിയ യേശുവിനെ എന്നദരഫലങ്ങളും രാജാവിന് എനിക്കുള്ളതെല്ലാം ഞാൻ മറന്നിടുന്നു. എൻ സൗന്ദര്യം എന്നാണ് ദർശിക്കട്ടെ തന്റെ സ്നേഹവാത്സല്യങ്ങൾ അണിഞ്ഞു തന്റെ പ്രിയവലഭാഗമണഞ്ഞു പ്രശോഭിക്കട്ടെ പുത്രനെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ തിരികെ വിളിക്കുന്ന അങ്ങയുടെ മാധുര്യ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. തകർന്ന ഞങ്ങളെ, ഒന്നിനും കൊള്ളാത്ത ഞങ്ങളെ, ഉടഞ്ഞുപോയ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പടുതുയർത്തണമേ, ഒരത്ഭുതമാക്കി തീർക്കണമേ. എന്നെ നയിക്കാം നിൻ പിന്നാലെ, എന്നെ മറയ്ക്കാം സ്നേഹക്കൊടിക്കീഴിൽ, എൻ രാത്രിയിലും ഞാൻ പാടിയിടട്ടെ ഈ സ്നേഹബന്ധം. ലോകം ആഗ്രഹിക്കുന്നവരൊന്ന് പാടുമോ? എന്നെ നയിക്കാം നിൻ പിന്നാലെ, എന്നെ മറയ്ക്കാം സ്നേഹക്കൊടിക്കീഴിൽ,
അങ്ങയോടുള്ള ആ നിറഞ്ഞ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ പാടുന്നു. അങ്ങയെ ഞങ്ങൾ ഉയർത്തുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ എത്രത്തോളം സ്നേഹിക്കുന്നെന്ന് അങ്ങേക്ക് അറിയാം. എന്നാൽ ഞങ്ങൾ പറയുന്നു, കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയെ ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അങ്ങയെ ഒത്തിരി സ്നേഹമാണ്. ആരുമില്ലാതിരുന്ന ഞങ്ങളെ തേടി വന്ന് രക്ഷിച്ച നല്ല കർത്താവേ, ഇന്ന് രാത്രി വഴിയിൽ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, പിശാച് ഞങ്ങളെ തകർത്ത് കളയാതിരിക്കേണ്ടതിന് അങ്ങയെ സ്നേഹിക്കുന്നൊരു ഹൃദയം, അങ്ങയെ വാഞ്ചിക്കുന്നൊരു ഹൃദയം, അങ്ങയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നൊരു ഹൃദയം, അങ്ങയുടെ മുഖശോഭ കൊതിക്കുന്നൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ ഉയർത്തുവാൻ ഞങ്ങളെ ഇനിയും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.